नित्यानंद श्री अद्वैता गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं शुगमुखान् अमृतद्रवसंयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। हरे कृष्ण। श्रीमद् भागवतം പഞ്ചമസ്കന്ധം അഞ്ചാമത്തെ അധ്യായം. ഋഷഭദേവൻ അദ്ദേഹത്തിന്റെ പുത്രന്മാർക്ക് ഉപദേശങ്ങൾ നൽകുന്നു. ശ്ലോകം 24 മുതൽ 28 വരെ വായിക്കാം. ധൃതാ തനൂരുഷതി മേ പുരാണി യേനേഹ സത്വം പരമം പവിത്രം ശമോദമ സത്യമനുഗ്രഹശ്ച തപസ്ഥിതിക്ഷാനുഭവശ്ച യത്ര മത്തോപ്യനന്ദാത് പരത പരസ്മാത് സ്വർഗാപവർഗാധിപതേർന കിഞ്ചിത് യേഷാം കിമുസ്യാദിതരേണ തേഷാം അകിഞ്ചനാനാം മയി ഭക്തിഭാജാം. സർവാണി മദ്വിഷ്ണ്യതയാ ഭവദ്ഭിഃ ചരാണി ഭൂതാനി സുധാ ധ്രുവാണി സംഭാവിതവ്യാനി പദേ പദേവോ വിവിക്തദൃഗ്ഭിः തദൂഹാർഹണം മേ. മനോവചോ ദൃക്കരണേ हि तस्य സാക്ഷാത്കൃതം മേ പരിബർഹണം ഹി വിനാ പുമാന്യേന മഹാവിമോഹാത് കൃതാന്തപാശാന്ന വിമോക്തുമീശേത്. ശ്രീശുക ഉവാച ഏവമനുശാസ്യാത്മജാൻ സ്വയം അനുശിഷ്ടാനപി ലോകാനുശാസനാർത്ഥം മഹാനുഭാവ പരമസുഹൃത് ഭഗവാൻ ഋഷഭാപദേശ ഉപശമശീലാനാം ഉപരതാ കർമ്മണാം മഹാമുനീനാം ഭക്തിജ്ഞാന വൈരാഗ്യലക്ഷണം പാരമഹംസ്യാധർമ്മം ഉപശിക്ഷമാണ സ്വതനയാ ശതജ്യേഷ്ഠം പരമഭാഗവതം ഭഗവജ്ജനപരായണം ഭരതം ധരണിപാലനായാഭിഷിച്യ സ്വയം ഭവന ഏവോവർവിദ ശരീരമാത്രാ പരിഗ്രഹ ഉന്മത്ത ഇവ ഗഗനപരിധാന പ്രകീർണകേശ ആത്മന്യാരോപിതാ ഹവനീയോ ബ്രഹ്മാവർത്താത് പ്രവവ്രാജ. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. അഞ്ജലി എന്റെ ആട്ടത്തിൽ വായിച്ചു. ശ്രീമദ് ഭാഗവതം സ്കന്ധം 5 അധ്യായം 5. ഋഷഭദേവൻ അദ്ദേഹത്തിന്റെ പുത്രന്മാർക്ക് ഉപദേശങ്ങൾ നൽകുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ധൃതാതനൂരുഷതി മേ പുരാണി യേനേഹ സത്വം പരമം പവിത്രം ശമോദമ സത്യമനുഗ്രഹശ്ച തപസ്ഥിതിക്ഷാനുഭവശ്ച യത്ര. വിവർത്തനം. വേദങ്ങൾ എന്റെ അതീന്ദ്രിയവും ശാശ്വതവുമായ ശബ്ദാവതാരമാണ്. അതിനാൽ വേദങ്ങൾ ശബ്ദബ്രഹ്മമാകുന്നു. ഈ ലോകത്തിൽ ബ്രാഹ്മണർ വേദങ്ങൾ സമഗ്രമായി പഠിക്കുകയും വേദനിർണയങ്ങളെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നതിനാൽ അവരെ വേദങ്ങളുടെ മൂർത്ത രൂപങ്ങളായി പരിഗണിക്കേണ്ടതാണ്. പ്രകൃതിയുടെ പരമോന്നതമായ അതീന്ദ്രിയ ഗുണത്തിലാണ് സത്വഗുണത്തിൽ ബ്രാഹ്മണർ സ്ഥിതി ചെയ്യുന്നത്. ആയതിനാൽ അവർ മനോനിയന്ത്രണത്തിലും ശമം, ഇന്ദ്രിയ നിയന്ത്രണത്തിലും ദമം, സത്യസന്ധതയിലും അടിയുറച്ചവരാണ്.
അവർ വേദങ്ങളെ അവരുടെ തനതായ ബോധത്താൽ വിവരിക്കുകയും ബദ്ധാത്മാക്കളുടെ പ്രയോജനത്തിനു വേണ്ടി കാരുണ്യപൂർവ്വം വേദങ്ങളുടെ ഉപയോഗം പ്രചരണം നടത്തുകയും ചെയ്യുന്നു. അവർ തപസ് അനുഷ്ഠിക്കുന്നു, തപസ്യ സഹിഷ്ണുക്കളാകുന്നു, തിദിക്ഷ ജീവാത്മാവിന്റെയും പരമോന്നതനായ ഭഗവാന്റെയും പദവി സാക്ഷാത്കരിക്കുന്നു, അനുഭവ ബ്രാഹ്മണരുടെ 8 യോഗ്യതകൾ ഇവയാണ്. ആകയാൽ സമസ്ത ജീവസത്തുകളിൽ വെച്ച് ആരും തന്നെ ബ്രാഹ്മണരെക്കാൾ ഉത്കൃഷ്ടരാകുന്നില്ല. ശ്ലോകം 25. മത്തോപ്യനന്താത് പരസ്പരസ്മാത് സ്വർഗാപവർഗാധിപതേന കിഞ്ചിത് യേഷാം കിമു സ്യാദിതരേണ തേഷാം അകിഞ്ചനാനാമയി ഭക്തിഭാജാം. വിവർത്തനം. ഞാൻ പൂർണ്ണ ഐശ്വര്യവാനും സർവശക്തനും ബ്രഹ്മാവിനെയും സ്വർഗാധിപതിയായ ഇന്ദ്രനെയും കാൾ ഉത്കൃഷ്ടനുമാണ്. സ്വർഗലോകത്തും മോചനത്തിലൂടെയും ലഭ്യമാകുന്ന എല്ലാ സന്തോഷങ്ങളും നൽകുന്നവനുമാണ് ഞാൻ. എന്നിരുന്നാലും ബ്രാഹ്മണർ എന്നിൽ നിന്ന് ഭൗതിക സുഖങ്ങൾ തേടുന്നില്ല. അവർ വളരെ പരിശുദ്ധരും ഒന്നിന്റെയും ഉടമസ്ഥത നേടാൻ ആഗ്രഹിക്കാത്തവരുമാണ്. അവർ എന്റെ ഭക്തിയുത സേവനത്തിൽ മാത്രം മുഴുകുന്നു. പിന്നെ അവർക്ക് മറ്റാരോടെങ്കിലും ഭൗതികാനുകൂല്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യം എന്താണ്? ശ്ലോകം 26. സർവാണി മദ്ദിഷ്ണ്യതയാ ഭവദ്ഭിः ചരാണി ഭൂതാനി സുധാധ്രുവാണി സംഭാവിതവ്യാനി പദേ പദേ വിവിക്തദൃഗ്ഭിസ്തദുഹാർഹണം മേ. വിവർത്തനം. എന്റെ പ്രിയപ്പെട്ട പുത്രന്മാരെ, ചലിക്കുന്നതും ചലിക്കാത്തതുമായ ഒരു ജീവസത്തയോടും നിങ്ങൾ അസൂയപ്പെടരുത്. അവരിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നുണ്ടെന്നറിഞ്ഞ് ഓരോ നിമിഷവും നിങ്ങൾ അവർക്കെല്ലാം ബഹുമാനം നൽകണം. ഈ രീതിയിൽ നിങ്ങൾ എന്നെ ബഹുമാനിക്കണം. ശ്ലോകം 27. മനോവചോദ്രകരണേ ഹിതസ്യ സാക്ഷാത് കൃതം മേ പരിബർഹണം ഹി വിനാപുമാനേന മഹോ വിമോഹാത് കൃതാന്തപാശാന വിമോക്തുമീശേ. വിവർത്തനം. ഇന്ദ്രിയാവയവങ്ങളുടെ മനസ്സ്, ദൃഷ്ടി, വാക്കുകൾ, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ശരിക്കുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണമായും എന്റെ സേവനത്തിൽ മുഴുകുന്നതാണ്. ഇന്ദ്രിയങ്ങളെ അങ്ങനെ വ്യാപൃതനാക്കാത്ത ഒരു ജീവസത്തയ്ക്ക് യമരാജന്റെ അയവില്ലാത്ത കയർ പോലുള്ള ഭൗതികാസ്തിത്വത്തിന്റെ മഹാബന്ധനത്തിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയുമെന്ന് ചിന്തിക്കാനാവില്ല. ഹരേ കൃഷ്ണ. ശ്ലോകം 28. ശ്രീശുഖ ഉവാച. ഏവ മനുഷ്യാസ്യാത്മജാൻ സ്വയമനുശിഷ്ടാനഭിലോകാനുശാസനാർത്ഥം മഹാനുഭാവ പരമസുഹൃദ്ഭാവൻ ഭഗവാൻ ഋഷഭാപദേശ ഉപരത കർമ്മണാം മഹാമുനീനാം ഭക്തിജ്ഞാനവൈരാഗ്യലക്ഷണം പാരാമഹംസ്യാധർമ്മമുപശിഷ്യമാണഃ സ്വധനാശതശ്രേഷ്ഠം പരമഭാഗവതം ഭഗവജ്ജനപരായണം ഭരതം പാലനായാഭിഷിച്യ സ്വയം ഭവനായേവോർവരിധ ശരീരമാത്ര പരിഗ്രഹ ഉന്മത്ത ഇവ ഗഗന പരിധാന പരികീർണകേശ ആത്മന്യാരോപിതാ ഹവനീയോ ബ്രഹ്മാവർത്താത് പ്രവവ്രാജ. ശുകദേവ് ഗോസ്വാമി പറഞ്ഞു, എല്ലാവരുടെയും മഹാക്ഷേമകാംക്ഷിയായ പരമോന്നതനായ ഭഗവാൻ ഋഷഭദേവൻ അപ്രകാരം അദ്ദേഹത്തിന്റെ പുത്രന്മാരെ നിർദ്ദേശിച്ചു. അവർ പരിപൂർണമായി വിദ്യാഭ്യാസം ലഭിച്ച് സംസ്കാര സമ്പന്നരായി കഴിഞ്ഞിരുന്നെങ്കിലും ഒരു പിതാവ് ഗൃഹസ്ഥ ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്നതിന് മുൻപ് തന്റെ പുത്രന്മാരെ എപ്രകാരം നിർദ്ദേശിക്കണമെന്ന് മാതൃക കാട്ടാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം അവരെ നിർദ്ദേശിച്ചത്. ഫലകാംക്ഷ കർമ്മങ്ങളാൽ ഒരിക്കലും ബന്ധിതരല്ലാത്ത ഭൗതികാഗ്രഹങ്ങളെല്ലാം തുടച്ചു നീക്കിയ ശേഷം ഭക്തിയുത സേവനം സ്വീകരിച്ച സന്യാസികൾക്കും ഈ നിർദ്ദേശങ്ങളിൽ നിന്ന് പഠിക്കാവുന്നതാണ്. ഋഷഭദേവൻ അദ്ദേഹത്തിന്റെ 100 പുത്രന്മാരെയും നിർദ്ദേശിച്ചു. അവരിൽ ഏറ്റവും മൂത്തവനായ ഭരതൻ വളരെ ഉന്നതനായ ഭക്തനും വൈഷ്ണവ അനുയായിയുമായിരുന്നു. ലോകത്തെ മുഴുവൻ ഭരിക്കുന്നതിന് ഭഗവാൻ അദ്ദേഹത്തിന്റെ മൂത്ത പുത്രനെ സിംഹാസനാരൂഢനാക്കി. അനന്തരം ഭവനത്തിലായിരുന്നെങ്കിലും ഋഷഭദേവൻ നഗ്നനായി പാറിപ്പറന്ന മുടിയോടെ ഒരു ഭ്രാന്തനെ പോലെ ജീവിച്ചു. പിന്നീട് അദ്ദേഹത്തിൽ നിന്നു തന്നെ യാഗാഗ്നി എടുത്ത ഭഗവാൻ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നതിന് വേണ്ടി ബ്രഹ്മാവർത്തം ഉപേക്ഷിച്ച് യാത്രയായി. ഹരേ കൃഷ്ണ പ്രഭുജി.
ഹരേ കൃഷ്ണ. താങ്ക് യു അഞ്ജലി, ആരതി ആൻഡ് സ്വപ്ന മാതാജി. ഹരേ കൃഷ്ണ. വളരെ നന്നായിട്ട് വായിച്ചു. യെസ്. അപ്പോൾ ഭഗവാൻ ഋഷഭദേവൻ പുത്രന്മാർക്ക് ഉപദേശം നൽകുന്നത് ഇവിടെ ഉപസംഹരിക്കുകയാണ്. അവസാന ഭാഗത്ത് ഭഗവാൻ പറയുന്നത് എല്ലാവിധ യോഗ്യതകളും തികഞ്ഞ ബ്രാഹ്മണീയമായ ബോധത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള ഭഗവാന്റെ സേവനത്തിൽ മുഴുകിയിട്ടുള്ള ഭക്തന്മാരെയാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. ആ ഒരു നിലവാരത്തിൽ എത്തുന്ന ബോധമാണ് മനുഷ്യ സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ളത് എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബ്രാഹ്മണന്മാരുടെ സ്വഭാവം എന്താണ്, ആ ബ്രാഹ്മണന്മാരുടെ യോഗ്യതകൾ എന്താണ് എന്നാണ് ഇപ്പോൾ ഈ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചിട്ടുള്ളത്. ഭഗവാൻ ഉദ്ദേശിച്ച ബ്രാഹ്മണൻ ആരാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ബ്രാഹ്മണൻ എന്ന വാക്ക് കേൾക്കുന്ന സമയത്ത് നമ്മൾക്ക് ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച വ്യക്തി എന്നാണ് നമ്മൾ സാധാരണ നമ്മുടെ മനസ്സിൽ വരുന്നത്. പക്ഷെ ഭഗവാൻ ഏതു തരത്തിലുള്ള ബ്രാഹ്മണനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്? ബ്രാഹ്മണൻ എന്ന വാക്കുകൊണ്ട് ഭഗവാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നിവിടെ വിശദീകരിക്കുന്നുണ്ട്. 24-ാമത്തെ ശ്ലോകത്തിൽ ഒരു ബ്രാഹ്മണനുണ്ടായിരിക്കേണ്ട 8 ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ 8 ഗുണങ്ങളും തികഞ്ഞ വ്യക്തിയാണ് ഭഗവാൻ ബ്രാഹ്മണൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇവിടെ കുലത്തിന്റെയോ ജാതിയുടെയോ ജന്മത്തിന്റെയോ കാര്യം പറഞ്ഞിട്ടില്ല. ഭഗവാൻ ആ യോഗ്യതകളുടെ കാര്യമാണ് പറയുന്നത്. ഈ യോഗ്യത ഉള്ള വ്യക്തിയെ ഏത് കുലത്തിൽ ജനിച്ചവനാണെങ്കിലും ബ്രാഹ്മണനായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. ധൃതാ തനൂരുഷതി മേ പുരാണി യേനേഹ സത്വം പരമം പവിത്രം ശമോ ദമ സത്യം അനുഗ്രഹശ്ച തപസ്ഥിതിച്ഛാനുഭവശ്ച യത്ര. ഒരു ബ്രാഹ്മണൻ ആദ്യം തന്നെ വേദങ്ങളൊക്കെ പഠിച്ചവനായിരിക്കണം എന്നാണ് പറയുന്നത്. ധൃത, കാരണം വേദങ്ങൾ ഭഗവാന്റെ തന്നെ നിർദ്ദേശമാണ്. ഭഗവാനിൽ നിന്ന് വന്നിട്ടുള്ള നിർദ്ദേശങ്ങളാണ് വേദങ്ങൾ. അതുകൊണ്ട് ആ വേദങ്ങളിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയും ആ വേദങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ബ്രാഹ്മണൻ. അതുകൊണ്ട് വേദത്തിന്റെ മൂർത്തി രൂപമായിരിക്കണം ബ്രാഹ്മണൻ എന്നാണ് പറയുന്നത്. വേദങ്ങളിൽ യാതൊരു സംശയം ബ്രാഹ്മണന് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള വ്യക്തിയാണ് ബ്രാഹ്മണൻ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് 7 ഗുണങ്ങൾ പറയുന്നുണ്ട്. ശമോദമ സത്യം അനുഗ്രഹശ്ച തപസ്ഥിതിച്ഛാനുഭവശ്ചയത്. ക്ഷമ എന്ന് പറയുന്നത് മനസ്സിന്റെ നിയന്ത്രണമാണ്. മനസ്സിനെ നിയന്ത്രിച്ച് പൂർണ്ണമായിട്ടും വേദശാസ്ത്രങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിന് ഉപയോഗിക്കണം. മറ്റു വിഷയങ്ങൾ ചിന്തിക്കാതെ പൂർണ്ണമായിട്ടും ഭഗവാനെ കുറിച്ചും വേദശാസ്ത്രങ്ങളെ കുറിച്ചും പരിചിന്തിക്കുന്നതിന് വേണ്ടി മനസ്സിനെ ഉപയോഗിക്കണം. അതിനെയാണ് ക്ഷമ എന്ന് പറയുന്നത്. ദമ എന്ന് പറയുന്നത് ഇന്ദ്രിയ നിയന്ത്രണമാണ്. ഇന്ദ്രിയങ്ങളെ, പ്രത്യേകിച്ച് നാക്കിനെ നിയന്ത്രിക്കാൻ ഒരു ബ്രാഹ്മണന് സാധിക്കണം. ഭഗവാനെ കുറിച്ച് സംസാരിക്കണം, അതിന് ഇന്ദ്രിയ നിയന്ത്രണം ആവശ്യമാണ്. മാത്രമല്ല മറ്റുള്ളവർക്ക് മാതൃകയായി പെരുമാറണം, അതിനും ഇന്ദ്രിയ നിയന്ത്രണം അത്യാവശ്യമാണ്. അതാണ് ശമം ധമം എന്ന് പറയുന്നത്. പിന്നീട് സത്യം എന്ന് പറയുന്നത്. സത്യം എന്ന് പറയുന്നത് വാസ്തവം അതേപടി അവതരിപ്പിക്കുകയാണ്. എന്താണോ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് അത് വളച്ചൊടിക്കാതെ അതേപടി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് സത്യം എന്ന് പറയുന്നത്. ആർജവം എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു. ആർജവം അത് തന്നെയാണ് ഇവിടെ സത്യം എന്ന് പറഞ്ഞിട്ടുള്ളത്. ശ്രീല പ്രഭുപാദരോട് അമേരിക്കയിലേക്ക് പോയ സമയത്ത് അവിടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ശാസ്ത്രം അതേപടി പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല. കാരണം ഇത്രയും കഠിനമായിട്ടുള്ള നിയമങ്ങളൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ ആരും നിങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ സമയത്ത് ശീലപ്രഭാതർ ഒരിക്കലും തൻ്റെ ആ ശാസ്ത്രത്തിൽ ഉറച്ച വാക്കുകൾ മാറ്റാൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല. ശീലപ്രഭാതർ പറഞ്ഞത്, ഞാൻ എൻ്റെ ഫിലോസഫി, എൻ്റെ തത്വശാസ്ത്രം ഒരിക്കലും ഈ അമേരിക്കക്കാർക്ക് വേണ്ടി മാറ്റാൻ തയ്യാറല്ല. അവർക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് മാറാം, അവർക്ക് വേണമെങ്കിൽ ഈ ശാസ്ത്രത്തിന് വേണ്ടി അവരുടെ ജീവിതം മാറ്റാം എന്നാണ് ശീലപ്രഭാതർ പറഞ്ഞത്. അപ്പോൾ അത് ആ സത്യത്തിൽ ഉറച്ച വിശ്വാസമാണ്, ശാസ്ത്രത്തിൽ ഉറച്ച ബോധമാണ്. അതാണ് ബ്രാഹ്മണന്റെ യഥാർത്ഥ സ്വഭാവം എന്ന് പറയുന്നത്, സത്യം.
അനുഗ്രഹം എന്ന് പറയുന്നത് അവരുടെ കാരുണ്യ മനോഭാവമാണ്. അവരെപ്പോഴും ചിന്തിക്കുന്നത് എന്താണ്? എങ്ങനെയാണ് ഭഗവാനെ കുറിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? ജനങ്ങൾക്ക് ഭഗവാനെ കുറിച്ച് ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് അവർ ഈ ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നത്. അപ്പോൾ എങ്ങനെ അവർക്ക് ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം, എങ്ങനെ അവർക്ക് ശാസ്ത്രങ്ങളൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാം എന്നാണ് അവർ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുകയും അതിനുവേണ്ടി അവർ പല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യും. അതാണ് അവരുടെ അനുഗ്രഹം എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് ഭഗവാനെ കുറിച്ചുള്ള ബോധം നൽകുന്നതാണ് അവരുടെ അനുഗ്രഹം. അതും ബ്രാഹ്മണന്റെ ഒരു സ്വഭാവമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നു, അനുഗ്രഹം. അവർ തപസ് അനുഷ്ഠിക്കുന്നു, സഹിഷ്ണുക്കളാകുന്നു. മാത്രമല്ല ഭഗവാന്റെ ഭഗവാന്റെ ഉപദേശം പ്രചരിപ്പിക്കുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മറ്റുള്ളവരിൽ നിന്നുള്ള അപമാനം അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നുള്ള എതിർപ്പുകൾ, ആസുരിക മനോഭാവം ഉള്ളവരിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ, ഇതെല്ലാം സഹിക്കേണ്ടി വരും. അതുകൊണ്ട് അവർ തിദീക്ഷാ സ്വഭാവമുള്ളവരാണ്, അവർ സഹിഷ്ണുക്കളാണ്. അതെല്ലാം സഹിച്ചുകൊണ്ട് ഭഗവാന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നവരാണ്. ഇതും ബ്രാഹ്മണന്റെ സ്വഭാവം. അപ്പോൾ ഇങ്ങനെയുള്ള മനോഭാവമുള്ള വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ഭഗവാൻ ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ സന്ദേശം ഉൾക്കൊണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പരിശ്രമിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥ ബ്രാഹ്മണൻ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ബ്രാഹ്മണനെ കൊണ്ട് ഭഗവാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കലിയുഗത്തിൽ അങ്ങനെയുള്ള യഥാർത്ഥ ബ്രാഹ്മണന്മാരെ നമ്മൾക്ക് കാണാൻ കിട്ടുന്നത് വളരെ വിരളമായിട്ടായിരിക്കും. അങ്ങനെയുള്ള ബ്രാഹ്മണന്മാർ ഭഗവാന് വളരെയധികം പ്രിയപ്പെട്ടവരാണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. ഭഗവത്ഗീതയുടെ അവസാനത്തിലും ഭഗവാൻ ഇത് പറയുന്നുണ്ട്. ഭഗവാന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്ന വ്യക്തി, ആ വ്യക്തിയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സേവകൻ എന്ന് ഭഗവാൻ അവിടെ പറയുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. 25ാമത്തെ ശ്ലോകത്തിൽ ബ്രാഹ്മണന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സ്വഭാവം പറയുന്നുണ്ട്. ആ ബ്രാഹ്മണൻ പ്രവർത്തനം ചെയ്യുന്നത്, ഭഗവാന്റെ സേവനം ചെയ്യുന്നത് ഒരിക്കലും എന്തെങ്കിലും ഭൗതികമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടി ആയിരിക്കുകയില്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അകിഞ്ചനാനാം മൈ ഭക്തി ഭാജ. ഒരു ഭൗതിക വസ്തുവിനെയും സ്വന്തമാക്കി വെക്കാൻ ഒരു യഥാർത്ഥ ബ്രാഹ്മണൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. അകിഞ്ചനാണ്. ആ ബ്രാഹ്മണന്റെ യഥാർത്ഥ സമ്പത്ത് ആര് മാത്രമാണ്? ഭഗവാൻ മാത്രമാണ് ആ ബ്രാഹ്മണന്റെ സമ്പത്ത്. ഭഗവാൻ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് വേറൊന്നിന്റെയും ആവശ്യമില്ല. അതുകൊണ്ട് ഭഗവാനോട് പോലും ആ ബ്രാഹ്മണൻ ഒരു ഭൗതിക നേട്ടത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല എന്നാണ് പറയുന്നത്. മത്തോപ്യനന്താത് പരതപരസ്മാത് സ്വർഗാപവർഗാധിപതേർന്ന കിഞ്ചിത് യേഷാം കിമു സ്യാതി തരേണ ദേശാം അകിഞ്ചനാനാം മൈ ഭക്തി ഭാജ. ബ്രാഹ്മണൻ, യഥാർത്ഥ ഒരു ബ്രാഹ്മണൻ അല്ലെങ്കിൽ ഭക്തൻ എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്? ഭഗവാന്റെ ഭക്തി, ഭഗവാന്റെ സേവനം തുടർച്ചയായിട്ട് ലഭിക്കണം. അത് മാത്രമാണ് ഭക്തന്റെ ആഗ്രഹം. ആ ഭക്തി ചെയ്യുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം തൃപ്തനാണ്. അതുകൊണ്ട് വേറെന്തെങ്കിലും ഭൗതിക നേട്ടത്തിന് വേണ്ടി ആ ഭക്തൻ ഭഗവാനോട് പോലും ചോദിക്കുന്നില്ല. ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്, എന്നിട്ട് പോലും ഭഗവാനോട് അങ്ങനെ ഒരു ഭൗതിക നേട്ടത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. അതാണ് ബ്രാഹ്മണന്റെ യഥാർത്ഥ സ്വഭാവം എന്ന് പറയുന്നത്. ഭഗവാൻ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും കൊടുക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. കാരണം ഭഗവാനാണ് ബ്രഹ്മാവിനെയും ഇന്ദ്രനെയും പോലും നിയന്ത്രിക്കുന്ന വ്യക്തിയാണ് ഭഗവാൻ. ഐശ്വര്യ ദേവതയുടെ ഭർത്താവാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാന് എന്ത് വേണമെങ്കിലും നൽകാൻ സാധിക്കും. എന്നിട്ട് പോലും ഒരു ബ്രാഹ്മണൻ, ഒരു യഥാർത്ഥ ഭക്തൻ ഭഗവാനോടൊന്നും ചോദിക്കുന്നില്ല എന്നാണ് പറയുന്നത്. പ്രഹ്ലാദ മഹാരാജാവിലൊക്കെ നമ്മൾക്ക് ഈ ഒരു ഗുണം കാണാൻ സാധിക്കും. പ്രഹ്ലാദനോട് ഭഗവാൻ ചോദിക്കുന്നുണ്ട്, എന്താണ് നിനക്ക് വരം ആവശ്യമുള്ളത് എന്ന് ചോദിച്ച സമയത്ത് ആ പ്രഹ്ലാദൻ ഒരു വരം ആവശ്യപ്പെടുന്നില്ല, അല്ലെ, അങ്ങ് എന്നെ വീണ്ടും വ്യാമോഹത്തിലാക്കരുത് എന്ന് പറഞ്ഞ് പ്രഹ്ലാദൻ പ്രാർത്ഥിക്കുകയാണ് ശരി. അപ്പോൾ ഈ ഭൗതിക നേട്ടത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതും ബ്രാഹ്മണന്റെ സ്വഭാവമല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭക്തി സേവനത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഒരു യഥാർത്ഥ ബ്രാഹ്മണൻ. ഇങ്ങനെയുള്ള ബ്രാഹ്മണന്റെ 8 സ്വഭാവങ്ങളും 9ാമത്തെ സ്വഭാവം 25ാമത്തെ ശ്ലോകത്തിലും ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം പുത്രന്മാർക്കുള്ള ഉപദേശമാണ് ഇനിയുള്ള 2 ശ്ലോകങ്ങളിൽ. 26ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, നിങ്ങൾ ഒരു ജീവജാലങ്ങളോടും അസൂയാലുക്കളാകരുത് എന്നാണ്. ഒരു ജീവജാലങ്ങളോടും അസൂയാലുക്കളാവരുത്. അതുകൊണ്ട് ഒരു ജീവജാലങ്ങളെയും അവഗണിക്കരുത്. എല്ലാവർക്കും വേണ്ട ബഹുമാനം നൽകണം എന്നാണ് ഭഗവാൻ പറയുന്നത്.
അതിന്റെ കാരണം എന്താണ്? എല്ലാ ജീവജാലങ്ങളിലും ഭഗവാൻ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം. എല്ലാ ജീവജാലങ്ങളിലും ഭഗവാൻ ഇരിക്കുന്നുണ്ട്. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ. അതുകൊണ്ട് എല്ലാ ജീവജാലങ്ങളും ഭഗവാന്റെ ക്ഷേത്രമാണ്. ഭഗവാൻ ഇരിക്കുന്ന ക്ഷേത്രത്തിന് കൊടുക്കുന്ന അതേ ബഹുമാനം എല്ലാ ജീവജാലങ്ങൾക്കും കൊടുക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒരു ജാലങ്ങളെയും അവഗണിക്കേണ്ടതായിട്ടില്ല. ആരോടും അസൂയപ്പെടാനും ഇല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ആ ഒരു ഉയർന്ന സ്വഭാവത്തിലേക്ക് വരണം എന്നാണ് ഋഷഭദേവൻ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് 27ാമത്തെ ശ്ലോകത്തിൽ ഋഷഭദേവൻ തന്റെ ഉപദേശം ഉപസംഹരിക്കുകയാണ്. അവിടെ പറയുന്നത് മനോവചോ ദൃക്കരണേഹി തസ്യ സാക്ഷാത്കൃതം മേ പരിപർഹണം വിനാ പുമാന്യേന മഹാവിമോഹാത് കൃതാന്തഭാഷാന്ന വിമോക്തം ഈശേ. ഒരു വ്യക്തിയുടെ എല്ലാ ഇന്ദ്രിയങ്ങളും, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, അതേപോലെ പഞ്ചേന്ദ്രിയങ്ങളും എല്ലാം എന്തിനു വേണ്ടി ഉപയോഗിക്കണം? ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. അതാണ് അതിന്റെ ഉദ്ദേശം. ആ ഇന്ദ്രിയങ്ങളെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം എന്താണ്? മനസ്സിനെയും ബുദ്ധിയെയും അഹങ്കാരത്തെയും സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം എന്താണ്? അതെല്ലാം ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളതാണ്. അതാണ് അതിന്റെ യഥാർത്ഥ ഉപയോഗം എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കും. ഓരോ ഇന്ദ്രിയത്തിനെയും ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കുന്നതാണ് അതിന്റെ യഥാർത്ഥ ഉപയോഗം എന്ന് പറയും. അപ്പോൾ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഭഗവാന്റെ സേവനത്തിലേക്ക് കൊണ്ടുവരുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നും പറയുന്നുണ്ട്. വിനാ പുമാന്യേന മഹാവിമോഹ. തെറ്റിദ്ധാരണ കൊണ്ട് ഭഗവാന്റെ സേവനത്തിലേക്ക് വരുന്നില്ലെങ്കിൽ, ഇന്ദ്രിയങ്ങളെ അതിനുവേണ്ടി ഉപയോഗിക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? വീണ്ടും ജന്മഭക്തി ജരാവ്യാധികളിൽ തന്നെ തുടരേണ്ടി വരുമെന്നാണ് പറയുന്നത്. മുക്തിയെക്കുറിച്ച് ചിന്തിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. ഭഗവാന്റെ സേവനത്തിലേക്ക് വരാതെ ഒരു വ്യക്തിക്ക് മുക്തി ലഭിക്കുന്നില്ല. വിനാ പുമാന്യേന മഹാവിമോഹ കൃതാന്തഭാഷാന്റെ വിമോക്തുമീശേ. മുക്തി ഭക്തിയിലേക്ക് വരുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ട് ലഭിക്കുന്നതാണ്. ഭക്തിയിൽ തുടർച്ചയായി ഇരിക്കുന്നതാണ് മുക്താവസ്ഥ എന്ന് ഭഗവത്ഗീതയിലും പറയുന്നത്. മാംസയോ അവിഭിചാരേണ ഭക്തിയോഗേന സേവതേ സഗുണാൻ സമതീത്യേതാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ എന്നവിടെ പറയുന്നത്. അപ്പൊ ഭക്തിയിലേക്ക് വരുന്നതിലൂടെ സ്വാഭാവികമായിട്ടും മുക്തി ലഭിക്കും, അല്ലാതെ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ആ ഉപദേശം ഉപസംഹരിച്ചു. അതിനുശേഷം സുഖദേവ ബ്രഹ്മർഷി ഋഷഭദേവൻ പിന്നീട് എന്താണ് ചെയ്തത്? ഈ ഉപദേശം നൽകുന്നതിന് ശേഷം, ഉപദേശം നൽകിയതിന്റെ ഉദ്ദേശം എന്താണ്? അതിനുശേഷം അദ്ദേഹം എന്താണ് ചെയ്തത് എന്നാണ് 28ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഈ ഉപദേശം നൽകിയതിന്റെ ഉദ്ദേശം എല്ലാവർക്കും ഒരു മാതൃക കാണിക്കാൻ വേണ്ടിയാണ് എന്ന് സുഖദേവ ബ്രഹ്മർഷി പറയുന്നുണ്ട്. കാരണം ഒരു വ്യക്തി ഭൗതിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്നതിന്റെ മുന്നേ, വാനപ്രസ്ഥം സ്വീകരിക്കുന്നതിന്റെ മുന്നേ തന്റെ മക്കൾക്ക് ആവശ്യമായിട്ടുള്ള ആത്മീയ ഉപദേശങ്ങളൊക്കെ നൽകണം എന്നതിന്റെ ഒരു മാതൃകയാണ് ഋഷഭദേവൻ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഋഷഭദേവൻ വാനപ്രസ്ഥാശ്രമം സ്വീകരിക്കാൻ അല്ലെങ്കിൽ സന്യാസത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. അതിന്റെ മുന്നേ തന്റെ പുത്രന്മാർക്ക് നൽകിയിട്ടുള്ള ഉപദേശമാണ് നമ്മളിപ്പോൾ വായിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു മാതൃക എന്നുള്ള നിലവാരത്തിലാണ് ഉപദേശം നൽകിയിട്ടുള്ളത്. പുത്രന്മാർക്ക് ഈ കാര്യങ്ങളൊക്കെ നേരത്തെ അറിയാവുന്നതാണ് എന്ന് പറയും. അവർ നേരത്തെ തന്നെ യഥാർത്ഥ വിദ്യാഭ്യാസം നേടിയിട്ടുള്ളവരാണ്, അവർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ ഒരു മാതൃക എന്നുള്ള നിലയിൽ ഋഷഭദേവൻ ഈ ഉപദേശങ്ങൾ നൽകി എന്ന് പറയും. അതിനുശേഷം ഋഷഭദേവൻ 100 പുത്രന്മാരിൽ ഏറ്റവും മുതിർന്ന വ്യക്തിയായിട്ടുള്ള ഭരതനെ, ഏറ്റവും ഉന്നതനായിട്ടുള്ള ധർമ്മശീലനായിട്ടുള്ള ഭരതനെ ഈ ഭൂമിയുടെ അധിപതിയായിട്ട് അഭിഷേകം ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഭൗതികമായിട്ടുള്ള കർമ്മങ്ങളിൽ നിന്നെല്ലാം വിട്ടു ഒരു ഉന്മത്തനെ പോലെ, ഒരു ഭ്രാന്തനെ പോലെ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അത് ഋഷഭദേവൻ പിന്തുടരുന്ന ഒരു പ്രത്യേക മാതൃകയാണ്. അത് പരമഹംസ യോഗമാണ്. യഥാർത്ഥത്തിൽ പരമഹംസന്മാർക്കുള്ള മാതൃകയാണ് ഋഷഭദേവൻ പിന്തുടർന്നിട്ടുള്ളത്. അതെല്ലാവർക്കും പിന്തുടരാൻ സാധിക്കുകയില്ല. പക്ഷേ ഋഷഭദേവന്റെ ഉപദേശം എല്ലാവർക്കും പിന്തുടരാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. മഹാമുനീന, സന്യാസം സ്വീകരിച്ചിട്ടുള്ള മഹർഷിമാർക്ക് പോലും ഋഷഭദേവന്റെ ഉപദേശം സ്വീകരിച്ച് ഭക്തിയിലേക്ക് വരാമെന്നാണ് പറയുന്നത്. ഭക്തിയുടെ പ്രാധാന്യമാണ് ഋഷഭദേവൻ പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ ചില ആളുകൾ സന്യാസം സ്വീകരിച്ചിട്ടുണ്ടാകും, ഭക്തിയിലേക്ക് വന്നിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള സന്യാസിമാർക്കും ആ ഭക്തി സേവനത്തിലേക്ക് വരാനുള്ള നിർദ്ദേശമാണ് ഋഷഭദേവൻ നൽകുന്നത് എന്ന് ഇവിടെ വിശദീകരിക്കുന്നുണ്ട്.
ഭക്തിയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ സന്യാസിമാർക്ക് പോലും സമാധാനം ഉണ്ടാവില്ല എന്ന് ഗീതയിൽ പറയുന്നു. സന്യാസത്വ മഹാഭാവോ ദുഃഖമാപ്തും അയോഗ്യത. സന്യാസം എടുത്തു, പക്ഷെ ഭക്തിയിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ അവർക്കും യഥാർത്ഥ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള സന്യാസിമാർക്ക് പോലുമുള്ള ശിക്ഷണമാണ് ഋഷഭദേവൻ നൽകിയിട്ടുള്ളത് എന്നവിടെ വിശദീകരിക്കുന്നു. അതിനുശേഷം ഋഷഭദേവൻ എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്നുള്ള കാര്യമൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വായിക്കാം. നമുക്ക് നാമജപം തുടരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. യെസ്, ഹരേ മാധവ് ജപിച്ചു. ഹരേ കൃഷ്ണ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ